ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ സയൻസ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ പാർട്ട് 3 ആണ്. ഇതിനു മുന്നേ 2 പാർട്ടുകളായിട്ട് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ഒരു 3/4% ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇന്ന് നോക്കുന്നത് പാർട്ട് 3. എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ള ഒരു ഗ്ലാൻഡാണ് പാൻക്രിയാസ്. അതായത് അന്തസ്രാവി വ്യവസ്ഥയിലുള്ള ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എന്നറിയപ്പെടുന്നത്. ഈ പാൻക്രിയാസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥി ഒരു കമ്പോസിറ്റ് ഗ്ലാൻഡാണ്. കമ്പോസിറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇവർ എക്സോക്രൈൻ ഫങ്ഷനും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം എൻഡോക്രൈൻ ഫങ്ഷനും ചെയ്യുന്നുണ്ട്. അതായത് ഇവരിൽ നിന്നും ഉണ്ടാകുന്ന സെക്രീഷൻസ് എന്ന് പറയുന്ന ഈ ഹോർമോണുകളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഇവർക്ക് നാളികൾ ഉള്ള രീതിയിലും ഇവരുടെ, അതായത് എക്സോക്രൈൻ രീതിയിലും ഇവരുടെ സെക്രീഷൻസിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്, അതോടൊപ്പം എൻഡോക്രൈൻ രീതിയിലും ഇവരുടെ സെക്രീഷൻസിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. അപ്പം എക്സോക്രൈൻ ഫംഗ്ഷനും എൻഡോക്രൈൻ ഫംഗ്ഷനും 2 ഫംഗ്ഷനും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പാൻക്രിയാസിനെ ഒരു കമ്പോസിറ്റ് ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. ഈ പാൻക്രിയാസിലെ എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. പാൻക്രിയാസിലെ എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്ന ഭാഗത്തിന്, അത് ചെയ്യുന്ന സെല്ലുകൾക്ക് പറയുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന്. ഈ പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു ലീഫിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ ലിവറിൻ്റെ സമീപത്തായിട്ടാണ് പാൻക്രിയാസ് കാണുന്നത്. ഒരു ഇലയുടെ ഷേപ്പിലായിരിക്കും ഈ ഗ്രന്ഥി കാണാൻ സാധിക്കുന്നത്. നമ്മളൊരു മനുഷ്യരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യരിൽ 1 മുതൽ 2 മില്യൺ വരെയാണ് എന്ത് കാണുന്നത്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന സെല്ലുകൾ കാണപ്പെടുന്നത്. അപ്പം 1 മുതൽ 2 മില്യൺ വരെയാണ് ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്ന പാൻക്രിയാസിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഉള്ളത്. ഇനി ഇതിൽ തന്നെ മൊത്തമുള്ള പാൻക്രിയാറ്റിക് ടിഷ്യൂവിൻ്റെ 1 മുതൽ 2% വരെയാണ് ഇത് കാണപ്പെടുന്നത്. പാൻക്രിയാസിൽ മൊത്തമുള്ള ടിഷ്യൂവിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 1 മുതൽ 2% വരെയാണ് എന്ത് കാണുന്നത്, ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന സെല്ലുകൾ കാണപ്പെടുന്നത്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ കാണപ്പെടുന്ന 2 തരത്തിലുള്ള സെല്ലുകളാണ് ആൽഫ സെല്ലും അതോടൊപ്പം ബീറ്റ സെല്ലും എന്ന് പറയുന്നത്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലുള്ള 2 തരത്തിലുള്ള സെല്ലുകളാണ് ആൽഫ സെല്ലും ബീറ്റ സെല്ലും. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇതിനെ നമ്മൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ 2 തരത്തിലുള്ള സെല്ലുകളാണ് കാണുന്നത്, ആൽഫ സെല്ലും ബീറ്റ സെല്ലും. ഇതിൽ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ആൽഫ സെൽ എന്ന് പറയുന്നത്, ബ്രൗൺ കളറിൽ ഉള്ളതാണ് എന്ത്, ബീറ്റ സെൽ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ലാർജ് നമ്പർ ഓഫ് ബ്ലൂ കളർ സെല്ലും അതുപോലെ ബ്രൗൺ കളർ സെല്ലും കാണുന്നുണ്ട്. അതിൽ ബ്ലൂ കളറാണ് എന്ത്, ആൽഫ സെല്ലും, അതുപോലെ ഇതാണ് ബീറ്റ സെൽ എന്ന് പറയുന്നത്. ഈ പാൻക്രിയാസിലുള്ള 2 തരത്തിലുള്ള സെല്ലുകളാണ് ആൽഫ സെല്ലും ബീറ്റ സെല്ലും. അതിൽ ആൽഫ സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ. ഇപ്പം നമ്മൾ പറഞ്ഞു പാൻക്രിയാസിൽ എൻഡോക്രൈൻ ഫംഗ്ഷൻ കാണിക്കുന്ന ഭാഗമാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അതിൽ 2 തരത്തിലുള്ള സെല്ലുകൾ കാണുന്നുണ്ട്. അതിലെ ഒരു സെല്ലാണ് ആൽഫ സെല്ലും ബീറ്റ സെല്ലും എന്ന് പറയുന്നതാണ് 2 തരത്തിലുള്ള സെല്ലുകൾ. അതിൽ ആൽഫ സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്ന് അറിയപ്പെടുന്നത്. ഈ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഈ ഹോർമോണിൻ്റെ ധർമ്മമാണ് നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവലിന് കൂട്ടിക്കൊടുക്കുക. അതായത് രക്തത്തിലേക്ക് കൂടിയ അളവിൽ ഗ്ലൂക്കോസ് എത്തിക്കാനാണ് എന്ത് സഹായിക്കുന്നത്, നമ്മുടെ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ സഹായിക്കുന്നത്. ഇങ്ങനെ രക്തത്തിലേക്ക് ഗ്ലൂക്കോസിനെ കൂടിയ ലെവലിൽ എത്തിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ഹോർമോണിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്ന്. ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്നാണ് നമ്മൾ ഈ ഹോർമോണിനെ വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്, രക്തത്തിലേക്ക് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുന്നത് കൊണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ആൽഫ സെല്ല് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഹെപ്പാറ്റോസൈറ്റ്, അതായത് നമ്മുടെ ലിവറിലുള്ള ടിഷ്യൂസിലും ഒക്കെ ആക്ട് ചെയ്തിട്ട് അവർ സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്കിനെ അവർ റെഡ്യൂസ് ചെയ്യുന്നു. സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്കിനെ റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കേസിൽ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിയുമ്പം ആ ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡി ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പം ബോഡി ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട്
ഈ ഗ്ലൈക്കോജനെ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മുടെ സെല്ലുകളിലാണ്. ഇങ്ങനെ ഗ്ലൈക്കോജനാക്കി ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് എന്ന്. അപ്പം ഈ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസിനെ റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്ത് സെല്ലുകളിൽ വയ്ക്കുന്നില്ല. അങ്ങനെ വയ്ക്കുന്ന ആ പ്രോസസ്സിനെ അവർ നിർത്തിയിട്ട് കൂടിയ അളവിൽ ഗ്ലൂക്കോസിനെ രക്തത്തിലേക്ക് റിലീസ് ചെയ്ത് വിടുന്നു. ഇങ്ങനെ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണുകളാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ വന്നിട്ട് നമ്മുടെ ലിവർ സെല്ലിലൊക്കെ ആക്ട് ചെയ്തിട്ട് അവിടെയുള്ള ഗ്ലൈക്കോജിനോലൈസിസ് എന്നും ഗ്ലൂക്കോനിയോജെനിസിസ് എന്നും പറയുന്ന 2 പ്രോസസ്സുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ ഗ്ലൈക്കോജിനോലൈസിസ് എന്നും ഗ്ലൂക്കോനിയോജെനിസിസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഗ്ലൈക്കോജനെ അവർ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വീണ്ടും ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പ്രോസസ്സിന് പറയും. അതായത് ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ അവിടെ നിന്നും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് ആക്കി തിരിച്ചു വിടുന്നു. അങ്ങനെയുള്ള പ്രോസസ്സുകളെ എല്ലാവരെയും ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് വരുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. അപ്പം ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ധർമ്മം നമ്മൾ ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവിനെ കൂട്ടിക്കൊടുക്കുന്നു. അതായത് ഹൈപ്പർ ഗ്ലൈസീമിക് കണ്ടീഷനാണ് ഇവർ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഹൈപ്പർ ഗ്ലൈസീമിക് കണ്ടീഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ ഗ്രൂപ്പിൽ വരുന്നത് ഈ ഗ്ലൂക്കഗോണിന് പറയുന്ന പേരാണ് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺസ് എന്ന്. ഇനി നമ്മുടെ രക്തത്തിൽ, അതായത് ഗ്ലൂക്കഗോൺ ഒക്കെ പ്രവർത്തിച്ചിട്ട് നമ്മുടെ രക്തത്തിൽ കൂടിയ അളവിൽ ഗ്ലൂക്കോസ് എത്തിക്കഴിയുമ്പം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്നറിയപ്പെടുന്നത്. ഇനി ഒരുപാട് നാൾ ഈ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നമുക്കുണ്ടാക്കുന്ന മറ്റൊരു ഡിസീസാണ് ഡയബറ്റിസ് മെലിറ്റസ്. അതായത് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന ഒരു ഡിസീസാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഒരുപാട് നാളുകൾ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നിലനിന്നാൽ അത് നമുക്ക് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഇനി നമ്മൾ ഈ എൻഡോക്രൈൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ മറ്റൊരു ഡിസീസായിരുന്നു ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞത്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിലുള്ള ADH അല്ലെങ്കിൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, അതിൻ്റെ മറ്റൊരു പേരാണ് വാസോപ്രസിൻ. ഈ വാസോപ്രസിൻ അല്ലെങ്കിൽ ADHൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയിൽ നിന്നും കൂടിയ അളവിൽ വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നു. ഇങ്ങനെ കൂടിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും വെള്ളം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഡിസീസിന് പറയുന്ന പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന്. അതായത് ഈ ഒരു ഡിസീസ് ഉണ്ടാകുന്നത് ADH അല്ലെങ്കിൽ വാസോപ്രസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മൂത്രത്തിലൂടെ വെള്ളം നഷ്ടപ്പെട്ടു പോകാതെ കിഡ്നിയിൽ നിന്നും വാട്ടറിൻ്റെ റീ അബ്സോർപ്ഷന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH. അപ്പം ADH ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശരീരത്തിൽ നിന്നും വെള്ളം കൂടിയ അളവിൽ മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നു. അതിന് പറയുന്ന പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇനി ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കഗോണിൻ്റെ പ്രവർത്തനം, അതായത് ഗ്ലൂക്കഗോൺ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. ഈ കണ്ടീഷനെ നമ്മൾ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ കുറച്ച് നാൾ നീണ്ടു നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഡിസീസാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇനി നമ്മുടെ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ കാണുന്ന മറ്റൊരു സെല്ലാണ് നമ്മുടെ ബീറ്റാ സെൽ എന്ന് പറയുന്നത്. ഈ ബീറ്റാ സെല്ലുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്ലൂക്കഗോണും ഇൻസുലിനും ഈ 2 ഹോർമോണുകളും വരുന്നത് പെപ്റ്റൈഡ് ഗ്രൂപ്പിലാണ്. എന്താണ് പെപ്റ്റൈഡ് ഗ്രൂപ്പ് എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പറയാം. ഇപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഗ്ലൂക്കഗോണും ഇൻസുലിനും പെപ്റ്റൈഡ് ഹോർമോണുകളാണ്. ബീറ്റാ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്നറിയപ്പെടുന്നത്. ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഗ്ലൂക്കഗോൺ ചെയ്ത ആക്ഷൻ്റെ നേരെ വിപരീതമാണ് ഇൻസുലിൻ ചെയ്യുന്നത്. അതായത് ഇൻസുലിൻ എപ്പോഴും നമ്മുടെ ഹെപ്പാറ്റോസൈറ്റ്, അതായത് ലിവർ ടിഷ്യൂവിലും അതുപോലെ അഡിപ്പോസൈറ്റിലും ഒക്കെയാണ് പ്രവർത്തിക്കുന്നത്. ഇവർ ഈ സെല്ലുകളിൽ പ്രവർത്തിച്ചിട്ട് സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്കിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്കിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ചെയ്യുന്നത്? നമ്മുടെ രക്തത്തിൽ കൂടിയ അളവിൽ നിൽക്കുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി കൺവേർട്ട് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ സെല്ലുകളിൽ, അതായത് ഹെപ്പാറ്റോസൈറ്റിലും അഡിപ്പോസൈറ്റിലും ഒക്കെ കൊണ്ട് സൂക്ഷിച്ച് ഗ്ലൈക്കോജനാക്കി
വെക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പം ഇൻസുലിൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നു. ഈ കണ്ടീഷന് പറയുന്ന പേരാണ് ഹൈപ്പോഗ്ലൈസീമിയ. അതായത് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു വരുന്നു. ഇനി ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു വരുന്നതിന് പറയുന്ന പേരാണ്. അപ്പം ഇൻസുലിൻ എന്ന ഹോർമോൺ ആക്ട് ചെയ്യുമ്പോൾ അവർ ഗ്ലൈക്കോജെനിസിസിനെയാണ് അവർ എന്ത് ചെയ്യിപ്പിക്കുന്നത്? കൂട്ടിക്കൊടുക്കുന്നത്. ഗ്ലൈക്കോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി മാറ്റുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മുടെ പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ട 2 ഹോർമോണുകളാണ്. പാൻക്രിയാസിലെ എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്ന ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലുള്ള 2 സെല്ലുകളാണ് ആൽഫ സെല്ലും ബീറ്റാ സെല്ലും. ഇതിലെ ആൽഫ സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഇത് ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാക്കുന്നു. ബീറ്റാ സെല്ല് സെക്രീറ്റ് ചെയ്യുന്നത് ഇൻസുലിൻ ആണ്. ഇൻസുലിൻ ഉണ്ടാക്കുന്നതാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്ന കണ്ടീഷനും. നെക്സ്റ്റ് ടെസ്റ്റിസ് അല്ലെങ്കിൽ വൃഷണങ്ങൾ എന്ന് അറിയപ്പെടുന്ന എൻഡോക്രൈൻ ഗ്ലാൻസ്. അപ്പം ടെസ്റ്റിസ് അല്ലെങ്കിൽ വൃഷണങ്ങൾ എന്നറിയപ്പെടുന്ന ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ ധർമ്മവും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ ഭാഗവുമായിട്ട് ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. ടെസ്റ്റിസ് അല്ലെങ്കിൽ വൃഷണങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, ഇതാണ് നമ്മുടെ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഈ ഒരു പാർട്ടിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് സ്ക്രോട്ടൽ സാക്ക് അല്ലെങ്കിൽ വൃഷണ സഞ്ചി എന്ന് പറയുന്ന ഒരു അറയ്ക്കുള്ളിലാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ പുറത്തായിട്ട് കാണപ്പെടുന്ന വൃഷണ സഞ്ചി അല്ലെങ്കിൽ സ്ക്രോട്ടൽ സാക്ക് എന്ന് പറയുന്ന ഒരു സഞ്ചിക്കുള്ളിലാണ് ഈ ടെസ്റ്റിസിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ സ്ക്രോട്ടൽ സാക്കിനകത്ത് കാണപ്പെടുന്ന ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തിൽ ഒരുപാട് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം ഇവിടെ ഈ ചുരുട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന്. സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന കുഴലുകൾ പോലെയുള്ള ഒരു സ്ട്രക്ചറും കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് 2 തരത്തിലുള്ള സെല്ലുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ലെയ്ഡിക് സെൽസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽ എന്നറിയപ്പെടുന്ന ഒരു ടൈപ്പ് സെല്ലുമുണ്ട്. അതുപോലെ ഇതിൻ്റെ സെൻറ്ററിലേക്ക്, അതായത് നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ സമീപത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുന്ന മറ്റൊരു സെല്ലാണ് സെർട്ടോളി സെൽ എന്നറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ ടെസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട് 2 തരത്തിലുള്ള സെല്ലുകളാണുള്ളത്. ഒന്ന് ലെയ്ഡിക് സെൽസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെല്ല്, മറ്റൊരു സെല്ലാണ് സെർട്ടോളി സെൽ എന്നും അറിയപ്പെടുന്നത്. അപ്പം ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണിത്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ സമീപം കാണുന്ന സെല്ലുകളാണ് സെർട്ടോളി സെല്ല്. ഇനി അതിൻ്റെ ഔട്ട്സൈഡിലായിട്ട് കാണുന്ന സെല്ലാണ് ലെയ്ഡിക് സെൽ അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽ എന്നും അറിയപ്പെടുന്നത്. ഇനി ടെസ്റ്റിസിൽ നിന്നും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ടെസ്റ്റിസ് അല്ലെങ്കിൽ വൃഷണങ്ങൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻഡ്രോജൻസ് എന്ന്. വൃഷണങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോണുകളെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ആൻഡ്രോജൻസ് എന്ന്. ഇനി ഒരു ആൻഡ്രോജന്റെ എക്സാമ്പിൾ ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. അപ്പം ആൻഡ്രോജൻസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഒരു ഹോർമോണിന്റെ എക്സാമ്പിൾ ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. ഇനി നമ്മുടെ ടെസ്റ്റിസിൻ്റെ അല്ലെങ്കിൽ വൃഷണങ്ങളുടെ ഈ സ്ട്രക്ചറിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെയ്ഡിക് സെൽ അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെല്ലുകൾ എന്നറിയപ്പെടുന്ന ഈ സെല്ലുകളാണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? ആൻഡ്രോജൻസ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺസ് അല്ലെങ്കിൽ ആൻഡ്രോജൻസ് എന്നറിയപ്പെടുന്ന ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്ന സെല്ലുകളാണ് ലെയ്ഡിക് സെൽസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെല്ല്. ഇനി നമ്മൾ പറഞ്ഞ 2ാമത്തെ സെല്ല്, അതായത് സെർട്ടോളി സെല്ലിന്റെ ധർമ്മം എന്താണ്? സെർട്ടോളി സെല്ലുകളാണ് നമുക്ക് സ്പേമിന്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്നത് അല്ലെങ്കിൽ പുംബീജത്തിന്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്ന അല്ലെങ്കിൽ സ്പേമിന്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്ന സെല്ലുകളാണ് സെർട്ടോളി സെൽസ്. അപ്പം സെല്ലുകളുടെ ധർമ്മം നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ലെയ്ഡിക് സെൽ അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽ എന്ന് പറയുന്നത് ഹോർമോൺ, അതായത് ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻഡ്രോജനെ സെക്രീറ്റ് ചെയ്യുന്നു. സെർട്ടോളി സെല്ലുകളാണെങ്കിൽ അവരാണ് സ്പേമിന്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്നത്. ഇനി ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന നമ്മുടെ ഹോർമോൺ, എൻഡോക്രൈൻ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഈ ഹോർമോൺസിന്റെ ധർമ്മമാണ് നമ്മുടെ ആക്സസറി സെക്സ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റിനെ സഹായിക്കുക. അതായത് നമ്മുടെ ടെസ്റ്റിസിന്റെ ഭാഗമായിട്ട് വരുന്ന എപ്പിഡിഡിമസ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ, അതുപോലെ ട്യൂബിലേക്ക് പാർട്ടായിട്ടുള്ള വാസ് ഡിഫറൻസ്, അതുപോലെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന
സെമിനൽ വെസിക്കിൾസ്, അതുപോലെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, യുറീത്ര, ഇത്രയുമുള്ള ഭാഗത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നു. അതായത് എപ്പിഡിഡിമസ്, വാസ് ഡിഫറൻസ്, സെമിനൽ വെസിക്കിൾസ്, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, യുറീത്ര അല്ലെങ്കിൽ മൂത്രനാളി, ഇത്രയും സ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് സഹായിക്കുന്നതാണ് ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺസ്. ഇനി ഇതോടൊപ്പം ഇവർ മെയിൽസിൻ്റെ സൗണ്ട് ചേഞ്ചിനെ സഹായിക്കുന്നു. അതായത് ആൺകുട്ടികളൊക്കെ പ്രായപൂർത്തിയാവുന്ന സമയത്ത് അവരുടെ സൗണ്ടിന് പെട്ടെന്നൊരു ചേഞ്ച് വരുന്നു. ഇങ്ങനെയുള്ള സൗണ്ട് ചേഞ്ചിനെ സഹായിക്കുന്നതും ഈ ഹോർമോണാണ്. ടെസ്റ്റോസ്റ്റിറോണിൻ്റെ മറ്റൊരു ധർമ്മമാണ് ഇവർ മസിൽ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു. ഇപ്പം നമുക്ക് അറിയാവുന്നതാണ്, ബോയ്സ് ഒക്കെ വളർന്നു വരുന്ന സമയത്ത്, അതായത് അവരൊരു 10th 12th ഒക്കെ സ്റ്റാൻഡേർഡ് ആവുന്ന സമയത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്നാണ് വളരുന്നത്. അപ്പം അവരുടെ മസിൽ ഡെവലപ്മെൻറ്റിന് ഇവർ സഹായിക്കുന്നുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ ഇവരുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നതാണ് സ്പേമിൻ്റെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നു. അപ്പം സ്പേം ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട സെല്ലുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെർട്ടോളി സെല്ലാണ്. അതുമായി ബന്ധപ്പെട്ട ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻസ് എന്ന് പറയുന്ന ഹോർമോൺസ് ആണ്. മറ്റൊന്നാണ് ഓവറി അല്ലെങ്കിൽ അണ്ടാശയം എന്നറിയപ്പെടുന്നത്. ഇത് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടും പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർ എൻഡോക്രൈൻ ഹോർമോൺസിനെയും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഓവറി അല്ലെങ്കിൽ അണ്ടാശയത്തിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോണുകളാണ് ഈസ്ട്രോജൻ എന്നും അതുപോലെ തന്നെ പ്രൊജസ്റ്റിറോൺ എന്നും അറിയപ്പെടുന്നത്. ഈസ്ട്രോജനും പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന 2 ഹോർമോണുകളെയാണ് ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഓവറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഓവറിയുടെ സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ഓവറിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഒരു ഫീമെയിൽസിൻ്റെ കേസിൽ 2 ഓവറിയാണുള്ളത്. 2 ഓവറിയാണ് കാണപ്പെടുന്നത്. യൂട്രസിൻ്റെ 2 സൈഡിലായിട്ടും ഫലോപ്പിയൻ ട്യൂബുമായിട്ടും അറ്റാച്ച് ചെയ്യുന്ന രീതിയിലാണ് 2 ഓവറിയും ഉള്ളത്. ഓരോ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഈ ഓവറിയിൽ നിന്നുള്ള ഓവുലേഷൻ. അതായത് ഒരു തവണ ഒരു ഓവറിയിൽ നിന്നുമാണെങ്കിലും അടുത്ത തവണ രണ്ടാമത്തെ ഓവറിയിൽ നിന്നുമായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. അപ്പം ഈ ഓവറിയുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫോളിക്കിൾസ് നമുക്ക് കാണാൻ സാധിക്കും, ഡെവലപ്പിംഗ് ഫോളിക്കിൾസ്. അപ്പം ഇങ്ങനെ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ മച്ചുറായി കഴിഞ്ഞിട്ടിരിക്കുന്ന മച്ചർ ഫോളിക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാഫിയൻ ഫോളിക്കിൾസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്ന ഈ ഫോളിക്കിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഓവത്തിനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അതായത് മച്ചുറായിട്ടുള്ള ഓവം കാണപ്പെടുന്നത്. അപ്പം ഈ ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നും റിലീസ് ചെയ്യുന്ന നമ്മുടെ എൻഡോക്രൈൻ ഹോർമോണിൻ്റെ പേരാണ് ഈസ്ട്രോജൻ എന്ന് അറിയപ്പെടുന്നത്. ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 എൻഡോക്രൈൻ ഹോർമോൺസ് ആണുള്ളത്, ഈസ്ട്രോജനും പ്രൊജസ്റ്റിറോണും. അതിൽ മച്ചുറായിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ. ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ സഹായിക്കുന്നത് നമ്മുടെ ഫോളിക്കിൾ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു. ഫോളിക്കിൾ എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സെക്കൻഡറി സെക്സ് ഓർഗൻസിൻ്റെ ഗ്രോത്തിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഫീമെയിൽസിൻ്റെ ഹൈ പിച്ചുള്ള വോളിയം, നമുക്കറിയാം ഫീമെയിൽസിൻ്റെ കേസിൽ അവരുടെ സൗണ്ട് എന്ന് പറയുന്നത് ഹൈ പിച്ച് സൗണ്ട് ആയിരിക്കും. അപ്പം ഈ ഹൈ പിച്ചുള്ള വോയിസിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നത് ആരാണ്? ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അതോടൊപ്പം തന്നെ ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ധർമ്മമാണ് മാമറി ഗ്ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഇവർ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ മെച്ചുറായിട്ടുള്ള ഫോളിക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന്. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആയതിനു ശേഷം, അതായത് ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഓവത്തിനെ ലിബറേറ്റ് ചെയ്യുന്നു. ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഓവത്തിനെ റിലീസ് ചെയ്യുന്നു. ഇങ്ങനെ ഓവം പുറത്തു വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഓവുലേഷൻ എന്ന്. ഇങ്ങനെ ഓവുലേഷൻ നടന്നിട്ട് ഓവം പുറത്ത് വന്നതിന് ശേഷം ബാക്കി കാണുന്ന നമ്മുടെ ഫോളിക്കിളിന് പറയുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം എന്ന്. അതായത് മെച്ചുറായിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് ഓവത്തിനെ ലിബറേറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള അതിൻ്റെ റംനൻസിന് വിളിക്കുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം എന്ന്. അപ്പം ഈ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്നും റിലീസ് ചെയ്യുന്ന നമ്മുടെ ഹോർമോണാണ് പ്രൊജസ്റ്റിറോൺ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഓവറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 എൻഡോക്രൈൻ ഹോർമോണുകൾ ആണ് പറഞ്ഞത്, ഈസ്ട്രോജനും പ്രൊജസ്റ്റിറോണും. അതിൽ പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണുകൾ ഉണ്ടാകുന്നത് നമ്മുടെ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിൽ നിന്നുമാണ്. കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നും ഉണ്ടാകുന്ന
പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ധർമ്മമാണ് പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുക. ഗർഭാവസ്ഥയെ സഹായിക്കുന്ന ഹോർമോണുകളാണ് പ്രൊജസ്റ്റിറോൺ എന്നറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇവർ മാമറി ഗ്ലാൻഡിൻ്റെ ഉള്ളിലുള്ള ആൽവിയോളെ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൻ്റെ ഫോർമേഷനെ സഹായിക്കുന്നുണ്ട്. ആൽവിയോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാമറി ഗ്ലാൻഡിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ മിൽക്ക് അല്ലെങ്കിൽ പാലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ട്രക്ചറിൻ്റെ പേരാണ് ആൽവിയോളെ എന്ന് പറയുന്നത്. മാമറി ഗ്ലാൻഡിൻ്റെ ഉള്ളിലായിട്ട് പാല് വന്ന് നിറയുമ്പോൾ ആ പാലിനെ സൂക്ഷിച്ച് വച്ചിരിക്കുന്ന ഓരോ ചെറിയ ചെറിയ അറകളുണ്ട്. ഈ അറകൾക്ക് വിളിക്കുന്ന പേരാണ് ആൽവിയോളെ എന്ന്. അപ്പം മാമറി ഗ്ലാൻഡിൻ്റെ ഉള്ളിലുള്ള ആൽവിയോളെ എന്ന് പറയുന്ന അറകളുടെ ഫോർമേഷന് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്നവരുമാണ് പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ. ഇതിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ: ഈസ്ട്രജൻ ഉണ്ടാകുന്നത് നമ്മുടെ മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നുമാണ്, എന്നാൽ പ്രൊജസ്റ്റിറോൺ ഉണ്ടാകുന്നത് കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നുമാണ്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള, നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻഡോക്രൈൻ ഹോർമോൺ ഒന്നും അല്ലാതെ നമ്മുടെ ശരീരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു രണ്ട് ഹോർമോൺസ് ഉണ്ട്. അതിലൊന്നാണ് ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ അല്ലെങ്കിൽ ANF. ANF എന്ന് പറയുന്നത് ഒരു എക്സോക്രൈൻ ഫംഗ്ഷൻ. അത് എൻഡോക്രൈൻ അല്ല, ഇതൊരു എക്സോക്രൈൻ ഹോർമോണാണ്. ഈ ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ അല്ലെങ്കിൽ ANF എന്ന് പറയുന്ന ഇത് ഉണ്ടാകുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ വോളിൽ നിന്നുമാണ്. ഹൃദയത്തിൻ്റെ ഏട്രിയൽ ഭിത്തിയിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ANF. ഇവരെ സഹായിക്കുന്നത് നമ്മുടെ BP ഡിക്രീസ് ചെയ്യിപ്പിക്കുന്നത്, ബ്ലഡ് പ്രഷറിനെ ഡിക്രീസ് ചെയ്യിപ്പിക്കുന്ന ഹോർമോണുകളാണ് ANF അല്ലെങ്കിൽ ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ എന്ന് അറിയപ്പെടുന്നത്. മറ്റൊന്നാണ് എരിത്രോപോയിറ്റിൻ. എരിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ വൃക്കകളിലുള്ള ജെക്സ്റ്റാ ഗ്ലോമറുലാർ കോശങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. വൃക്കയിലെ ജെക്സ്റ്റാ ഗ്ലോമറുലാർ കോശങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് എരിത്രോപോയിറ്റിൻ. ഈ എരിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഈ ഹോർമോണ് RBCയുടെ ഫോർമേഷൻ, അതായത് ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനാണ് സഹായിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ അന്നപഥം അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ നിന്നും ഉണ്ടാകുന്ന എൻഡോക്രൈൻ ഫംഗ്ഷനുള്ള പെപ്റ്റൈഡ് ഹോർമോണുകളുടെ എക്സാമ്പിളാണ്. അന്നപഥത്തിൽ നിന്നും ഉണ്ടാകുന്ന എൻഡോക്രൈൻ ഫംഗ്ഷനുള്ള പെപ്റ്റൈഡ് ഹോർമോണുകൾ 4 എണ്ണമാണുള്ളത്. അവയാണ് ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, കോളിസിസ്റ്റോകൈനിൻ, ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത് സഹായിക്കുന്നത് HClൻ്റെ സെക്രീഷനൊക്കെയാണ് സഹായിക്കുന്നത്. നമ്മുടെ ദഹനവുമായി ബന്ധപ്പെട്ട ഒന്നാണ് HCl. അപ്പോൾ ആമാശയത്തിലേക്ക് HCl സെക്രീറ്റ് ചെയ്ത് വരുന്നതിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒന്നാണ് ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത്. ഇനി സെക്രീറ്റിൻ എന്ന് പറയുന്നത് വാട്ടറിൻ്റെയും ബൈകാർബണേറ്റ് അയോൺസിൻ്റെയും സെക്രീഷനെ സഹായിക്കുന്നു. കോളിസിസ്റ്റോകൈനിൻ അല്ലെങ്കിൽ CCK എന്ന് പറയുന്നത് പാൻക്രിയാറ്റിക് എൻസൈമിൻ്റെയും ബൈൽ ജ്യൂസിൻ്റെയും സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. മറ്റൊന്നാണ് GIP അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് എന്ന് വിളിക്കുന്നത്. ഈ GIP എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. ഗ്യാസ്ട്രിക് സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യിപ്പിക്കുന്ന ആളാണ് എന്ത്? GIP അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. അത് അതിൻ്റെ പേര് അതായത് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് എന്നുള്ള പേരിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു ഹോർമോണിനെ അതിൻ്റെ കെമിക്കൽ നേച്ചർ, അതിൻ്റെ രാസ സ്വഭാവം അനുസരിച്ചിട്ട് നമുക്ക് ഹോർമോണുകളെ പല ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള പല ഗ്രൂപ്പുകളിൽ ഒന്നാണ് പെപ്റ്റൈഡ് ഹോർമോൺ അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് ഹോർമോൺ അല്ലെങ്കിൽ പ്രോട്ടീൻ ഹോർമോൺസ് എന്ന് അറിയപ്പെടുന്നവ. ഇപ്പോൾ പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ്, പ്രോട്ടീൻ ഹോർമോൺസ് ഒക്കെ അറിയപ്പെടുന്ന ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഹോർമോണുകളാണ് നമ്മുടെ ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഇൻസുലിനും ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാകുന്ന ഹോർമോണാണ്? നമ്മുടെ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ നിന്നും ഉണ്ടാകുന്ന 2 ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഈ 2 ഹോർമോണുകളും വരുന്നത് പെപ്റ്റൈഡ് കാറ്റഗറിയിലാണ്. പിന്നെ ഉള്ളതാണ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. പിറ്റ്യൂട്ടറി ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഗ്രോത്ത് ഹോർമോൺസ്, പ്രൊലാക്റ്റിൻ, FSH, LH, TSH, ACTH ഇങ്ങനെയുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന ഹോർമോണുകളെല്ലാം എന്ത് ഗ്രൂപ്പിൽ വരുന്നതാണ്? പെപ്റ്റൈഡ് കാറ്റഗറിയിൽ വരുന്ന ഹോർമോണുകളാണ്.
മറ്റൊന്നാണ് ഹൈപ്പോ തലാമസിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോണുകൾ. പെപ്റ്റൈഡ് കാറ്റഗറിയിൽ വരുന്ന ഹൈപ്പോ തലാമസിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോണുകൾ എന്ന് പറഞ്ഞാൽ ഹൈപ്പോ തലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളെ നമ്മൾ രണ്ട് പേരിലാണ് പറയുന്നത്. റിലീസിങ് ഹോർമോണുകളുമുണ്ട്, ഇൻഹിബിറ്റിംഗ് ഹോർമോണുകളുമുണ്ട്. അപ്പോൾ പെപ്റ്റൈഡ് കാറ്റഗറിയിൽ വരുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ ഹൈപ്പോ തലാമസിൽ നിന്നുമുള്ള ഹോർമോണുകൾ. മറ്റൊരു ഗ്രൂപ്പാണ് സ്റ്റീറോയിഡ് ഗ്രൂപ്പ്. സ്റ്റീറോയിഡ് കാറ്റഗറിയിൽ വരുന്ന ഹോർമോണുകളാണ് നമ്മുടെ ഗൊണാഡോട്രോപ്പിൻസ്. ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗൊണാഡ്സുകളായ ഓവറിയും ടെസ്റ്റിസും റിലീസ് ചെയ്യുന്ന ഹോർമോണുകൾ. അതായത് അതിന് എക്സാമ്പിളാണ് ടെസ്റ്റോസ്റ്റിറോണ്, ഈസ്ട്രാഡിയോള്, അതുപോലെ തന്നെ പ്രൊജസ്റ്റിറോൺ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഈസ്ട്രാഡിയോൾ എന്ന് പറയുന്നത് ഈസ്ട്രോജൻ്റെ ഒരു ഫോമാണ്. ഈസ്ട്രോജൻ എന്ന് പറയുന്നത് രണ്ട് ഫോംസിലാണുള്ളത്. അതിലൊന്നാണ് ഈസ്ട്രാഡിയോൾ എന്ന് പറയുന്നത്. സ്റ്റീറോയിഡ് കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. കോർട്ടിസോൾ എന്ന് പറയുന്ന ഈ ഒരു ഹോർമോൺ ഉണ്ടാകുന്നത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ആധിവൃക്ക ഗ്രന്ഥിയിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോണാണ്. ആധിവൃക്ക ഗ്രന്ഥി എന്ന് പറയുന്ന അല്ലെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു ഗ്ലാൻഡിനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത്. അഡ്രിനൽ കോർട്ടക്സും ഉണ്ട്, മെഡുലയും ഉണ്ട്. അതിൻ്റെ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ പുറത്തെ ഭാഗത്തിന് നമ്മൾ കോർട്ടക്സ് എന്ന് പറയുന്നു, അകംഭാഗത്തിന് മെഡുല എന്നും പറയുന്നു. ഇതിൽ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ പുറം ഭാഗമായ അഡ്രിനൽ കോർട്ടക്സിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോണുകളെ നമ്മൾ പൊതുവിൽ വിളിക്കുന്ന പേരാണ് കോർട്ടിക്കോയിഡുകൾ. ഈ കോർട്ടിക്കോയിഡുകൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന രണ്ട് ഹോർമോണുകളാണ് മിനറലോ കോർട്ടിക്കോയിഡും ഗ്ലൂക്കോ കോർട്ടിക്കോയിഡും. അതിൽ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡിനൊരു എക്സാമ്പിളാണ് നമ്മളിപ്പം പറയുന്ന കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ. നെക്സ്റ്റ് ഉള്ളതാണ്, അതായത് ഹോർമോൺസിനെ അതിൻ്റെ കെമിക്കൽ നേച്ചർ അനുസരിച്ച് തരംതിരിക്കുന്നതിൽ മൂന്നാമത്തെ ഗ്രൂപ്പാണ് അയഡോതൈറോണിൻസ് എന്ന് പറയുന്നത്. അയഡോതൈറോണിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നവരാണ് തൈറോയിഡ് ഹോർമോണുകൾ. തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളായ T3, T4 ഇങ്ങനെയുള്ളവരാണ് അയഡോതൈറോയിഡിൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. മറ്റൊന്നാണ് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്. അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിൻ്റെ മറ്റൊരു പേരാണ് അഡ്രിനാലിൻ. എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ ഉണ്ടാകുന്നത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ അഡ്രിനൽ മെഡുലയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. കോർട്ടക്സിൽ നിന്നും ഉണ്ടാകുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അഡ്രിനൽ മെഡുലയിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോണാണ് എന്ത്? എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മളിപ്പോൾ 3 ക്ലാസ്സുകളിലായിട്ട് എൻഡോക്രൈൻ സിസ്റ്റത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹോർമോൺസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഹോർമോണുകൾ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഉള്ള ഒരു സെല്ലിൽ ആക്ട് ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഹോർമോൺ വന്നിട്ട് അതിൻ്റെ ടാർഗറ്റ് സെല്ലിൽ അല്ലെങ്കിൽ ആ ഹോർമോൺ പ്രവർത്തിക്കേണ്ടിയ ഒരു കോശമുണ്ട്, ആ കോശത്തിൽ എങ്ങനെയാണ് ഈ ഹോർമോൺ വന്ന് പ്രവർത്തിക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ പ്രോട്ടീൻ ഹോർമോണുകളും സ്റ്റീറോയിഡ് ഹോർമോണുകളും രണ്ട് രീതിയിലാണ് ഒരു സെല്ലിൽ പ്രവർത്തിക്കുന്നത്. അതായത് പ്രോട്ടീൻ ഹോർമോണുകൾ എന്ന് പറയുന്നത് ഒരു സെല്ല്, അതായത് അതിൻ്റെ ടാർഗറ്റ് സെല്ലെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോർമോൺ എവിടെയാണോ പ്രവർത്തിക്കേണ്ടത് ആ സെല്ലിന് പറയുന്ന പേരാണ് ടാർഗറ്റ് സെല്ല്. ഇവിടെ നമ്മൾ പ്രോട്ടീൻ ഹോർമോണിന് എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് FSH എന്ന് പറയുന്നതാണ്. FSH എന്ന് പറയുന്ന ഈ ഒരു ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. ഇനി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും ഉണ്ടാകുന്ന ഈ ഹോർമോൺ, അതായത് FSH എന്ന് പറയുന്ന ഹോർമോൺ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഗൊണാഡ്സിലാണ്. അപ്പം ഈ FSH എന്ന് പറയുന്ന ഹോർമോൺ അതിൻ്റെ ടാർഗറ്റ് സെല്ല്, അതായത് ഗൊണാഡ്സിൽ എങ്ങനെയാണ്, ഗൊണാഡ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഓവറിയും വരുന്നുണ്ട്, ടെസ്റ്റിസും വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഓവറി. അപ്പം ഓവറിയുടെ സെൽ മെംബ്രെയിൻ, അതായത് അണ്ഡാശയത്തിൻ്റെ ഭിത്തിയിലാണ് ഈ ഹോർമോൺ വന്ന് ആദ്യം ബൈൻഡ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്. നമ്മൾ നോക്കുന്ന പ്രോട്ടീൻ ഹോർമോൺ എപ്പോഴും വരുന്നത്, അതല്ലെങ്കിൽ ആ പ്രോട്ടീൻ ഹോർമോണിൻ്റെ റിസപ്റ്റർ എന്ന് പറയുന്നത് കാണുന്നത് ആ സെല്ലിൻ്റെ മെംബ്രെയിനിലായിരിക്കും. അപ്പം സെൽ മെംബ്രെയിനിലാണ് പ്രോട്ടീൻ ഹോർമോണിൻ്റെ റിസപ്റ്ററിനെ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത്. എന്നാൽ സ്റ്റീറോയിഡ് ഹോർമോൺ ആണെങ്കിലും അതുപോലെ അയഡോതൈറോണിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ഹോർമോണുകളുമാണെങ്കിൽ
അവരുടെ റിസപ്റ്റർ എപ്പോഴും കാണുന്നത് സെൽ മെംബ്രെയിനിലല്ല, സെല്ലിൻ്റെ ഉള്ളിലായിട്ടാണ്. അതായത് സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലോ ആയിട്ടാണ് സ്റ്റീറോയിഡ് ഹോർമോണിൻ്റെയും അയഡോതൈറോണിൻസിൻ്റെയും റിസപ്റ്ററിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി പ്രോട്ടീൻ ഹോർമോണുകളാണെങ്കിൽ അവരുടെ റിസപ്റ്റർ ഉള്ളത് എപ്പോഴും സെല്ലിൻ്റെ ഔട്ടർ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്ന ഭാഗത്താണ് ഉള്ളത്. ഇവിടെ നമ്മൾ നോക്കുന്നത് FSH ആണ്. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത് ഓവറിയാണ്. അതായത് ഓവറിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഓവറിയിലുള്ള ഒരു സെല്ലിൻ്റെ മെംബ്രെയിനാണിത്. ഈ മെംബ്രെയിനിലായിട്ട് ഈ ഹോർമോണിൻ്റെ റിസപ്റ്റർ കാണുന്നുണ്ട്. ഈ ഹോർമോണും ഇതിൻ്റെ റിസപ്റ്ററും തമ്മിൽ ബൈൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ഹോർമോണും റിസപ്റ്ററും തമ്മിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊരു കോംപ്ലക്സ് ആയിട്ട് മാറുന്നു. ഈ കോംപ്ലക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന്. ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഈ സെല്ലിൻ്റെ മെംബ്രെയിനിൽ ഇരുന്നിട്ട് അവിടെ നിന്നും അകത്തേക്ക് ഒരു റെസ്പോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം ഹോർമോണും റിസപ്റ്ററും തമ്മിൽ ബൈൻഡ് ചെയ്തിട്ട് അത് ഒരു കോംപ്ലക്സ് ആയി മാറുന്ന സമയത്ത് അവർ ഈ സെല്ലിൻ്റെ, അതായത് ഈ കോശത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു രാസ സന്ദേശത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു രാസ സന്ദേശത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങോട്ട് അവരൊരു പ്രതികരണത്തിനെ അയക്കുന്നു. ഇങ്ങനെ ഒരു പ്രതികരണത്തിനെ അകത്തേക്ക് വിട്ട് കഴിയുമ്പോൾ അവിടെ വന്നിട്ട് ഒരു സെക്കൻഡ് മെസ്സഞ്ചറിനെ ഉണ്ടാക്കുന്നു. ഒരു സെക്കൻഡ് മെസ്സഞ്ചറാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ഈ ഹോർമോൺ ഡയറക്റ്റായിട്ട് ഉള്ളിൽ കയറി വരുന്നില്ല. അവരൊരു കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടൊരു സെക്കൻഡ് മെസ്സഞ്ചർ ഉണ്ടാകുന്നു. ഇങ്ങനെ നോർമലായിട്ട് നമ്മുടെ സെല്ലുകളിൽ കാണപ്പെടുന്ന സെക്കൻഡ് മെസ്സഞ്ചറുകൾക്ക് എക്സാമ്പിളാണ് സൈക്ലിക് AMP, അതുപോലെ IP3 എന്ന് പറയുന്ന മറ്റൊരു സെക്കൻഡ് മെസ്സഞ്ചറും കാണുന്നുണ്ട്. IP3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ് അല്ലെങ്കിൽ IP3 എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പം സൈക്ലിക് AMP, അതുപോലെ IP3 അല്ലെങ്കിൽ ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ് ഉണ്ട്, അതുപോലെ കാൽസ്യം. ഇങ്ങനെയുള്ളവരാണ് സെക്കൻഡ് മെസ്സഞ്ചറുകൾ. ഈ സെക്കൻഡ് മെസ്സഞ്ചർ ഉണ്ടാകുന്നു. സെക്കൻഡ് മെസ്സഞ്ചറുകൾ ഉണ്ടാകുന്നത് വഴിയായിട്ട് വീണ്ടും ഒരു ബയോകെമിക്കൽ റെസ്പോൺസ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ആ സെല്ലിൻ്റെ ഉള്ളിൽ നടക്കേണ്ട ഫിസിയോളജിക്കൽ റെസ്പോൺസ്, അതായത് ഈ കേസിൽ ഓവറിയുടെ ഗ്രോത്താണ് നടക്കേണ്ടത്, ആ ഒരു ചേഞ്ച് നടക്കുകയും ചെയ്യുന്നു. ഇനി നമ്മുടെ സ്റ്റീറോയിഡ് ഹോർമോൺ അല്ലെങ്കിൽ അയഡോതൈറോൺസിൻ്റെ കേസിലാണെങ്കിൽ ഇവരുടെ റിസപ്റ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് ഈ ഹോർമോൺ കയറി വരികയും അവിടെ അവരുടെ റിസപ്റ്ററും ഹോർമോണും തമ്മിൽ ബൈൻഡ് ചെയ്തിട്ടൊരു കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഇനി ന്യൂക്ലിയസിൻ്റെ ഉള്ളിലായിട്ട് റിസപ്റ്റർ കാണുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ആക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ ജീനുമായിട്ടും ക്രോമസോമുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കും. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വരികയും ഈ ക്രോമസോമുമായി ബന്ധപ്പെട്ട എന്ത് ആക്ഷനാണോ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരു ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ ടിഷ്യൂവിൻ്റെ ഗ്രോത്ത്, അതുപോലെ ഡിഫറൻസിയേഷൻ, കോശത്തിൻ്റെ വളർച്ചയും അതിൻ്റെ ഡെവലപ്മെൻറ്റും ഒക്കെയാണ് ഈ ഒരു കേസിൽ ചെയ്യുന്നത്. ഇനി ഹോർമോണിൻ്റെ ആക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട 2 പോയിന്റ്സ് ആണ്. പ്രോട്ടീൻ ഹോർമോൺ ആണെങ്കിൽ അതിൻ്റെ റിസപ്റ്റർ കാണുന്നത് സെൽ മെംബ്രെയിനിലാണ്. സ്റ്റീറോയിഡ് ഹോർമോണോ അയഡോതൈറോണിനോ ആണെങ്കിൽ അതിൻ്റെ റിസപ്റ്റർ കാണുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും. മറ്റൊരു പോയിന്റ്, സെല്ലിൻ്റെ ഉള്ളിൽ സാധാരണ രീതിയിൽ കാണപ്പെടുന്ന സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് എന്ന് പറയുന്ന ആളുകളാണ് ഒന്ന് സൈക്ലിക് AMP, മറ്റൊന്നാണ് IP3 അല്ലെങ്കിൽ ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ്, മറ്റൊന്നാണ് കാൽസ്യം. അപ്പം സെക്കൻഡ് മെസ്സഞ്ചറുകൾക്ക് എക്സാമ്പിളാണ് സൈക്ലിക് AMP, IP3, കാൽസ്യം. ഇനി നമ്മുടെ ഹോർമോണും അതിൻ്റെ റിസപ്റ്ററും തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന്. ഇത്രയുമാണ് ഹോർമോൺ ആക്ഷൻ്റെ മെക്കാനിസത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പം നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എൻഡോക്രൈൻ ഗ്ലാൻസും അവർ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസും ഒക്കെ നമ്മൾ 3 പാർട്ടുകളിലായിട്ടാണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. എൻഡോക്രൈൻ സിസ്റ്റം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതായത് എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ബേസിക്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ
കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പം എൻഡോക്രൈൻ സിസ്റ്റത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ബേസിക് എല്ലാം തീർന്നു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് എൻഡോക്രൈൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഇനി നമ്മൾ ഇടുന്ന ക്ലാസ്സുകളിൽ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോയിന്റുകളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.